കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് അല്ലേ? ഇതാരാണ് ഈ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഇന്നത്തെ ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ എന്ന് പറയുന്നൊരു പ്രത്യേകതര കഴിവൊക്കെയുള്ള ഒരു ബഹുമാന്യനായിട്ടുള്ള ഗതാഗത മന്ത്രിയാണ്. വാഹനം ഓടിക്കാൻ അറിയാത്ത, ലേണേഴ്സ് പോലും ഇല്ലാത്ത, ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു ഗതാഗത മന്ത്രി. അദ്ദേഹം പറയുന്നത് പ്രിയദർശിനി സൗജന്യ യാത്രയുണ്ടല്ലോ, നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ അമ്മമാർക്കും നമ്മുടെ അനിയത്തിമാർക്കും നമ്മുടെ ചേച്ചിമാർക്കും നമ്മുടെ സഹോദരിമാർക്കും ഒക്കെ വേണ്ടിയിട്ട് വലതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് വലിയ പ്രഹസനമായിട്ട്, വലിയ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു നേട്ടവുമായിട്ടൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്നൊരു പദ്ധതിയാണല്ലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാർന്നൊരു പദ്ധതിയാണല്ലോ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു പദ്ധതി. അപ്പൊ ഈ പദ്ധതിയിൽ എല്ലാ സ്ത്രീകളും കൂടി, ഒരു പണിയുമില്ലാത്ത കാശുമില്ലാത്ത എല്ലാ സ്ത്രീകളും കൂടി ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നു. ബസ്സിൽ കയറുന്നതല്ല പ്രശ്നം. ഈ ബസ്സിൽ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാത്ത സൗജന്യ യാത്ര ഉപയോഗിക്കുന്ന സ്ത്രീകൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലാണ്. പ്രൈവറ്റ് സ്കൂളുകളിൽ ഫീസ് കൊടുക്കണമെങ്കിലും കൊടുക്കേണ്ടെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത് അവിടേക്കാണ്. എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ആരെയും വിടുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഗതാഗത മന്ത്രി പറയുന്നത്? ഔദാര്യമായിട്ട്, അതായത് വലതുപക്ഷ സർക്കാർ ഔദാര്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു പരിപാടിയാണ് സ്ത്രീ സൗജന്യ യാത്ര. ആ ഔദാര്യമായിട്ടൊരു പദ്ധതി അവർക്ക് കിട്ടിയിട്ടും അവർ ആ പദ്ധതിയെ മുതലെടുക്കുന്നു എന്നുള്ളതല്ലാതെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ ഒന്നും പഠിപ്പിക്കാൻ വിടുന്നില്ല എന്നുള്ളൊരു പരാമർശമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇത്രയും സഹായം ചെയ്യുന്ന ഞങ്ങളുടെ ബസ്സിൽ അവർ കയറി യാത്ര ചെയ്ത് അത്രയും വലിയ സഹായം വീണ്ടും വാങ്ങിയിട്ടും, പെൻഷൻ അടക്കമുള്ള ഒരുപാട് ധനസഹായങ്ങൾ സർക്കാർ നൽകിയിട്ടും സർക്കാരിനോട് നന്ദികേട് കാണിക്കുന്നു. പറഞ്ഞു വരുന്നതിന്റെ രത്നചുരുക്കം ഇങ്ങനെയായിരിക്കാം. അപ്പൊ അങ്ങനെ സ്വകാര്യ ബസ്സുകളിൽ കയറാതെ KSRTC എന്ന് പറയുന്ന സർക്കാരിന്റെ ഒരു ഗതാഗത മാർഗത്തിൽ കയറിക്കൊണ്ട് സൗജന്യ യാത്ര എന്ന് പറയുന്ന ഓഫറും അവൈൽ ചെയ്തിട്ട് കാണിക്കുന്നത് ചെറ്റത്തരമല്ലേ? ഞങ്ങൾ കൊടുക്കുന്നൊരു ഔദാര്യവും കൈപ്പറ്റിയിട്ട് കാണിക്കുന്ന വൃത്തികേടല്ലേ എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ? കുട്ടികളെ എന്തുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വിടുന്നില്ല? ഇതൊക്കെ ഒരു ഗതാഗത മന്ത്രിയുടെയും അല്ലെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും ഒക്കെ ചൊൽപ്പടിയിൽ നിൽക്കേണ്ട കാര്യങ്ങളാണോ? ഇതൊക്കെ മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ പെടുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വന്നത് കരയണം. കാരണം ന്യായീകരണ തൊഴിലാളികൾ എന്ത് പറഞ്ഞാലും ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് ഈ CP ജോൺ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു പരാമർശം ബസ്സിലേക്കെല്ലാം കൂടി ഇടിച്ചു കയറി അങ്ങ് വരികയാണ്, എന്നിട്ട് മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന മറ്റ് പലയിടങ്ങളിലുമാണെന്ന്. ഇത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ ഒരു പദ്ധതി തുടങ്ങി വെക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനോഗ്രേഷന്റെ ടൈമിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു പദ്ധതി ഞങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ സ്ത്രീകളെ ഔദാര്യമായിട്ട് കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് അവരുടെ ഔദാര്യം ഒരിക്കലും ആവില്ല. ഇത് അവരുടെ അവകാശങ്ങളിൽ പെട്ടതാണ്. അത് നേടിയെടുത്ത് കൊടുക്കുന്നതാണ് ഞങ്ങൾ UDF സർക്കാർ ചെയ്യുന്നതെന്നാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞ മുഖ്യനായിട്ടുള്ള നമ്മുടെ VD സതീശൻ, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള CP ജോൺ എന്ന് പറയുന്ന ഗതാഗത മന്ത്രി ഈ രീതിയിൽ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുക? എന്തായാലും VD സതീശൻ എന്താ പറഞ്ഞതെന്ന് കേൾക്കണമല്ലോ, ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക, അത് സൗജന്യം. കണ്ടില്ലടാ മോനെ CP ജോണേ, ഇതാണ് നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതൊരു ഔദാര്യമല്ല. ഇത് CP ജോണിന്റെ കയ്യിൽ നിന്നോ CP ജോണിന്റെ തറവാട്ട് സ്വത്തിൽ നിന്നോ എടുത്തു കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് ഓടുന്ന ബസ്സല്ല. അതുകൊണ്ട് തന്നെയും ഇത് UDF ഗവൺമെന്റ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി നൽകുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയും ഇത് അവരുടെ ഔദാര്യമല്ല, അവകാശപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ
മുഖ്യന്റെ കൂട്ടത്തിലുള്ള ആളുകളുമൊക്കെ ഇരട്ടത്താപ്പ് കളിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫുഡ് അടിക്കാനും മറ്റുള്ള പല തിരക്കുകളിലും ഓടുമ്പോൾ ഈ നാട്ടിൽ പ്രളയത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളെ പറ്റി അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അദ്ദേഹത്തിന് അവരെ പറ്റി അറിയേണ്ട ആവശ്യകതയുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് CP ജോൺ എന്ന് പറയുന്ന ഗതാഗത മന്ത്രിയുടെ ഈ ഒരു പരാമർശം വരുന്നത്. ഈ ഒരു പരാമർശം വന്നതിന് പിന്നാലെ CP ജോണിനെ എല്ലാം വലിച്ചു കീറി എടുത്ത് രംഗത്തേക്ക് ഇട്ടുകൊണ്ട്, ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട്, ഇവരുടെയൊക്കെ തനി നിറം പുറത്തേക്കാക്കിക്കൊണ്ട് ഹാഷ്മി അടക്കമുള്ള, അഭിലാഷ് മോഹൻ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലെ എല്ലാ ആളുകളും രംഗത്തേക്ക് വന്നിട്ടുണ്ട്, മാത്തുസിജി അടക്കം. അപ്പോൾ നമുക്ക് എന്തായാലും അഭിലാഷ് മോഹൻ എന്താ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. അവകാശം എന്ന് കരുതിയാണ് ഈ നാട്ടിലെ സ്ത്രീകൾ പ്രിയദർശിനി ബസ്സിൽ കയറിയത്. അത് ഞങ്ങളുടെ ഔദാര്യമായിരുന്നു എന്ന് പറയുന്നത് അവരെ അവഹേളിക്കലാണ്. അത് ന്യായീകരിക്കാൻ മന്ത്രിയുടെ ബൗദ്ധിക വാചാടോപം പോരാതെ വരും. ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോഴുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി CP ജോൺ ആണത്രേ. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ച് അവകാശപ്പെടാറുമുണ്ട്. സ്ത്രീകളോടുള്ള ആദരവ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നത് ഇപ്പോൾ മന്ത്രിക്ക് അത്ര പിടിക്കുന്നില്ല. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ മക്കളെ പഠിപ്പിക്കാൻ ഫീസുള്ള സ്വകാര്യ സ്കൂളിലാണത്രേ ചേർക്കുന്നത്. പണക്കാരൻ പരമദരിദ്രനായും പാവപ്പെട്ടവൻ പണക്കാരനായും അഭിനയിക്കുന്ന ബിഹേവിയറാണ് കേരളത്തിലെ ജനങ്ങളുടേതെന്നും മന്ത്രി കണ്ടെത്തുന്നുണ്ട്. പ്രിയദർശിനി പദ്ധതി ഒരു ജെൻഡർ പദ്ധതിയായാണ് VD സതീശൻ സർക്കാർ അവതരിപ്പിച്ചത്. പാവപ്പെട്ടവർക്കുള്ള പദ്ധതിയായിട്ടല്ല. ബസ് കാശ് കൊടുക്കാനില്ലാത്തവർക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന് സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ ആ ബസ്സിൽ കയറുന്നവരെ സൗജന്യത്തിന് വേണ്ടി ദാരിദ്ര്യം അഭിനയിക്കുന്നവരായി ചിത്രീകരിക്കുന്നത് എന്തിനാണ്? അവകാശം എന്ന് കരുതിയാണ് ഈ നാട്ടിലെ സ്ത്രീകൾ പ്രിയദർശിനി ബസ്സിൽ കയറിയത്. അത് ഞങ്ങളുടെ ഔദാര്യമായിരുന്നു എന്ന് പറയുന്നത് അവരെ അവഹേളിക്കലാണ്. അവരുടെ ആത്മാഭിമാനത്തിന് വില പറയലാണ്. അത് ന്യായീകരിക്കാൻ മന്ത്രിയുടെ ബൗദ്ധിക വാചാടോപം പോരാതെ വരും. നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അതുപോലും കേരളത്തിലെ സ്ത്രീ സമൂഹം അർഹിക്കുന്നില്ല എന്നാണ് ഈ സർക്കാർ കരുതുന്നത് എങ്കിൽ അങ്ങനെ. കണ്ടില്ലേ? അതായത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപോ അധികാരത്തിൽ വന്നതിന് ശേഷമോ ഇവർ പറഞ്ഞിട്ടില്ല. നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത പാവങ്ങൾക്കും വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള ആളുകൾക്കും വേണ്ടി, പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നല്ലേ. പക്ഷേ ഇതൊന്നും കേൾക്കാതെ എല്ലാവർക്കും, അത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും യാത്ര ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു സർക്കാർ അവതരിപ്പിച്ചത്. എന്നാൽ CP ജോണിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈ നാട്ടിൽ ഒന്നുമില്ലാത്ത കുറേ എണ്ണം ബസ്സിലേക്ക് തള്ളിക്കയറുമെന്നാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ പെങ്ങളും എൻ്റെ സഹോദരിമാരും എല്ലാവരുമാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും. അങ്ങനെയുള്ള ഓരോരുത്തരും കയറുമ്പോൾ ഇമാതിരി തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും തോന്നിവാസമാണെന്നും തന്തയില്ലായ്മയാണെന്നും തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ പറയാനായിട്ട് നിൽക്കരുത് പൂക്കീസ് നേതാക്കന്മാരെ. കാരണം നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്, വിപ്ലവാത്മകരമായിട്ടുള്ളൊരു പദ്ധതിയുമായിട്ട് വരികയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ പാതി വഴിയിലെത്തുമ്പോൾ ഇങ്ങനെ തറയിലിട്ട് ഉടച്ചു കളയുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിച്ചു പോയത്? ഇത്രയും നെറുകെട്ട രാഷ്ട്രീയമാണോ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്? അങ്ങനെ തന്നെയാണല്ലേ. ഇവരുടെ നെറുകെട്ട രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് പലയിടങ്ങളിൽ പല സമയങ്ങളിൽ പല രൂപത്തിൽ നമ്മൾ തെളിഞ്ഞും മറിഞ്ഞും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്ന് ഓരോ ആളുകളും എടുത്തു പറയാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തം ഉണ്ടായി കിടക്കുമ്പോഴും, വയനാട് ദുരന്തമായിക്കോട്ടെ, കള്ളാടി ദുരന്തമായിക്കോട്ടെ, ഇന്ന് ഈ ഒരു ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ആദ്യം ഉണ്ടായിട്ടുള്ള പ്രളയത്തിന്റെ സമയത്തായിക്കോട്ടെ, എല്ലാ സമയങ്ങളിലും എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുകയാണ്, അന്ന് വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് പിണറായി വിജയൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഗതി ഉണ്ടായിരുന്നില്ല, ഇന്നും പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയേനെന്ന് ഓരോരുത്തരും പറയുന്നുണ്ടല്ലോ. അത് രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ആളുകളും ജാതി ഭേദമന്യേ ഉറച്ചു പറയുന്നൊരു കാര്യമാണല്ലോ അത് കേൾക്കുമ്പോൾ വലിയ വിമുഖതയാണ്. അങ്ങനെ വിമുഖതയിൽ കൂടി പല കാര്യങ്ങളും മുഖ്യമന്ത്രി അടക്കം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നാട്ടിലെ സ്ത്രീകൾ വലിയ രീതിയിൽ കരഘോഷങ്ങളോടുകൂടിയും പായസം വെച്ചും പൊങ്കാലയിട്ടും തിരുവാതിര കളിച്ചുമൊക്കെ ആഘോഷമാക്കി വരവേറ്റ ഒരു പദ്ധതിയായിരുന്നു സൗജന്യ യാത്ര. ഇന്ന് CP ജോണിന്റെ കോലം കത്തിക്കുന്ന ഒരു പദ്ധതിയിലേക്ക്, അല്ലെ ഒരു പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വീഡിയോ കാണിച്ചു തരാം. എന്തൊക്കെയായിരുന്നു പിണറായി ഞങ്ങൾക്ക് ചെയ്തു തരാത്തത് VD സതീശൻ ചെയ്തു തന്നു, ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തു തന്നത്, എന്തൊക്കെ മെഴുകലായിരുന്നു. ഇന്ന് അതേ VD സതീശൻ്റെ ആളുകൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ വെറും വായി നോക്കികളാണ്, വെറും ഒന്നുമില്ലാത്തവരാണ്, പട്ടിണിപ്പാവങ്ങളാണ്, ദരിദ്രരാണ്, വലിഞ്ഞു കയറി വരുന്നവരാണെന്ന്.
ഇനിയും ആ ബസ്സിൽ കയറാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കോ, കുഴപ്പമില്ല. നിങ്ങളുടെ ഔദാര്യമായിട്ട് അവർ തന്നതാണ്, അവകാശമായിട്ട് തന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ മാത്തു സജിയും ഹാഷ്മിയും പ്രതികരിക്കുന്ന കൂടിയുണ്ട്. ഒന്ന് കണ്ടുനോക്കാം, മാത്തു സജിയുടെ വീഡിയോ കണ്ടുനോക്കാം. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ സാറേ വണ്ടിക്കൂലിക്ക് കാശില്ല, ഒസാരം വേണമെന്ന്? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ? നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാരോട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങളെ ജയിപ്പിക്കണമെന്ന്? എന്നിട്ട് ആ വോട്ടും വാങ്ങി പോക്കറ്റിലിട്ട് തിരഞ്ഞെടുപ്പും ജയിച്ച് മന്ത്രി കസേരയും കിട്ടിക്കഴിഞ്ഞപ്പോ അവർ നിങ്ങൾക്ക് അഭിനയക്കാർ, ദാരിദ്ര്യം അഭിനയിക്കുന്നവർ. സർ, KSRTC യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പണം നൽകേണ്ടതില്ല എന്ന തീരുമാനം നിങ്ങളുടേതാണ്. അവരുടെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണമെന്നത് അവരുടെ തീരുമാനമാണ്. അവർ എവിടെ ചികിത്സ തേടണമെന്നത് അവരുടെ തീരുമാനമാണ്. അവരാണ് നിങ്ങൾക്ക് മാർക്കിട്ടത്. അവർക്ക് മാർക്കിടാൻ നിങ്ങൾ ആരാണ് സർ? വലത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാർക്കിടാൻ നിന്നു തരുന്നതല്ല കേരളത്തിന്റെ പെൺകരുത്ത്. അവരുടേത് അഭിനയമാണത്രേ. അങ്ങനെയാണെങ്കിൽ അഭിനയമായിരുന്നു സർ നിങ്ങളുടെ വെളുക്കച്ചിരികൾ, നിങ്ങളുടെ കൂടുതൽ ഇടതുകളി, ഒരു പരിധിവരെ നെഹ്റുവാകൽ. അല്ല, നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയോട് എന്താണ് ദേഷ്യം? ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി പദ്ധതി, ഇന്ദിരാ പ്രിയദർശിനി, നാട്യങ്ങൾ മതിയാക്കും. അധികാരം കിട്ടിക്കഴിഞ്ഞല്ലോ, അഭിനയിക്കാതിരിക്കും. അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടും ഈ അഭിനയം നിർത്താറായില്ലേ എന്നാണ് മാത്തു സജി എന്ന് പറയുന്ന പെൺപുലി ചോദിക്കുന്നത്. പറയുന്ന ഓരോ വാക്കുകളും നല്ല രീതിയിൽ ചെന്ന് തളയ്ക്കുന്നത് ഈ ഓരോ പൂക്കികളുടെയും നെഞ്ചിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഹാഷ്മി കൂടി പറയുന്ന കേൾക്കണമല്ലോ, കേട്ടു നോക്കാം. അതൊരു സമാധാനകാലമാണെങ്കിൽ ഓക്കെയാണ്. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രകൾ, ഡിന്നർ പാർട്ടിയൊക്കെ നോക്കാൻ ആർക്കാണ് സമയം? ഇത് സാധാരണ 40 എണ്ണം മഴ പെയ്യുന്ന സ്ഥലത്ത് 253, 363 മില്ലിമീറ്റർ എന്ന കണക്കിൽ പേടിപ്പിച്ച് ആർത്തു വീണ പേമാരിയിൽ മനുഷ്യൻ മഴ കൊണ്ട് മുറിവേറ്റ് നിൽപ്പാണ്. ആൾനാശങ്ങൾ, ആസ്തി നഷ്ടങ്ങൾ. കട്ടും കൈയിട്ടുമായൊന്നും അല്ല, കൂലിപ്പണിയെടുത്തും കഷ്ടപ്പെട്ടും ഒരു കാലിച്ചായ പോലും കുടിക്കാതെ 10 രൂപയും കൂട്ടിവെച്ച് ആയുഷ്കാല അധ്വാനത്തിൽ പണിഞ്ഞ കിടപ്പാടങ്ങൾ നിലംപൊത്തി വീടുകളിൽ കഴുത്തറ്റം വെള്ളം കയറി പച്ചപ്പാതിരാത്രി റോട്ടിൽ അവർ അന്താളിച്ചു നിൽക്കുന്ന സമയത്തെ ആകാശയാത്രകൾ, ആഹാര സദസ്സുകൾ, നാടമുറിക്കലുകൾ, എന്തൊക്കെ ന്യായീകരിച്ചാലും അസ്ഥാനത്ത് സർക്കാസം പറഞ്ഞാലും നാടിനെ അറിയുന്ന ഒരു ഭരണാധികാരിക്ക് ചേർന്ന പണിയല്ലത് നിസ്തർക്കം പ്ലോട്ടാണ് 102 സീറ്റ് എന്ന മാൻഡേറ്റിൽ ദുരന്തകാലത്ത് വീണ കറ. 8 വർഷങ്ങൾക്ക് മുൻപ് ഇതേ പേജിൽ മുടിഞ്ഞു പോയിട്ടും ഒരു പാഠവും പഠിച്ചിട്ടില്ലാത്ത, മിറ്റിഗേഷൻ ഒരു ചുക്കും ചെയ്യാത്ത അതേ ഡിസാസ്റ്റർ ടെറൈനാണ് അന്നുണ്ടായത്. പോലെ തന്നെ പാതിരാത്രി പെരുമഴ. 31-ാം തീയതി രാത്രിയാണ്. 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 4-ാം തീയതി ആണെങ്കിലും മുഖ്യമന്ത്രി എത്തി, ആൾക്കാരെ കിട്ടു, കാര്യങ്ങൾ വിലയിരുത്തി. നല്ല കാര്യം. അത് ആർത്തർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പക്ഷേ ആ ക്യാമ്പുകളുടെ പോരായ്മ പറയുമ്പോൾ കുത്തിത്തിരിപ്പ് എന്ന് പറയരുത്. കൊച്ചിയിൽ കണ്ട ഇൻവെസ്റ്റർ ആണെന്ന് ചോദിച്ചാൽ പറയുന്നത് തർക്കുത്തരം ഈ കേരളം നിങ്ങൾക്ക് നൽകിയ മഹാവിജയത്തിന് നിരക്കുന്ന വർത്താനമല്ലെന്ന് ഓർത്താൽ നല്ലതാണ്. ആ മാൻഡേറ്റിലേക്ക് എത്തിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്ന് UDFിന്റെ മാനിഫെസ്റ്റോയിലെ ഒന്നാമത്തെ പോയിന്റ് ഇന്ദിരാ ഗ്യാരണ്ടി. ആ സൗജന്യ യാത്രയിൽ സ്ത്രീകളെ ഏതോ ഔദാര്യം എന്ന മട്ടിൽ മന്ദയിൽ അപമാനിക്കലാണ്, അവഹേളിക്കലാണ് ആ പദ്ധതിയുടെ പതാകവാഹകൻ ഗതാഗത മന്ത്രി. എറിഞ്ഞു കൊടുക്കുന്ന ഏതോ പിച്ചപ്പണമെന്ന മട്ടിൽ കാശ് വേണ്ടാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നാണ്. ആ സ്ത്രീകൾ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതേ സ്ത്രീകൾ അച്ഛനെയും ഭർത്താവിനെയും സർക്കാർ ആശുപത്രി വരാന്തയിൽ ഇടുന്നു. മൈക്കിൽ കേട്ട് എന്തും പറയാനാണോ? മന്ത്രിക്ക് എന്തെങ്കിലും നാക്കുവഴിയല്ല, സറ്റയറല്ല, സർക്കാസമല്ല. അകത്ത് കിടക്കുന്ന ആറ്റിറ്റ്യൂഡ് ജനവിരുദ്ധം അള്ളി പുറത്തായതാണ്. ആ ബസ്സിൽ അമ്മമാർക്ക്, സഹോദരിമാർക്ക് യാത്ര ഫ്രീ ആണെങ്കിൽ അത് ആരുടെയെങ്കിലും കുടുംബ സ്വത്താണോ? CMBയുടെ പാർട്ടി ഓഫീസിലെ ആസ്തി പട്ടണം അല്ല. ഞാനടക്കം രാപ്പകൽ അധ്വാനിച്ചടക്കുന്ന ടാക്സിന്റെ ഉയർപ്പാണ്, ഔദാര്യമല്ല, അവകാശമാണ് സാറേ. ആ പ്രഖ്യാപനം നടപ്പാക്കിയിട്ട് അതിൽ കയറുന്നവരെ തള്ളിക്കയറ്റക്കാരത്ത് അധിക്ഷേപിക്കുന്നു. അധികാരത്തിന് മാടമ്പിത്തരം. ആ കെയ്നീഷ്യൻ തിയറി, ഏതോ തോമസ് പിക്കറ്റി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ജാർഗൺ ഫോർമാറ്റ് വ്യാഖ്യാന സർക്കസ് മാറ്റിവെച്ച് അപ്പറഞ്ഞത് പിഴച്ച വർത്താനമായി പോയി. ഉപാധികളില്ലാതെ കേരളത്തിലെ സ്ത്രീകളോട് ഖേദം പറയണം മന്ത്രി. അപ്പറഞ്ഞത് അല്പത്തരമാണ്. അപ്പോളജി വേണം മന്ത്രി സാർ. CP അതൊരു സമാധാന. കണ്ടില്ലേ, അടിപൊളി മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഹാഷ്മി എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ തോന്നിവാസം, ഇമാതിരി തോന്നിവാസം പറയാൻ വേണ്ടിയിട്ടാണോ CP ജോൺ അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഒരു മന്ത്രിസഭയിൽ ഇരിക്കുന്നത്? എന്തോ വലുതങ്ങ് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തതിനൊക്കെ കണക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല നേതാക്കന്മാരെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ. അയാളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു. അയാളെ തള്ളിപ്പറഞ്ഞിട്ടും അയാളുടെ പാർട്ടിയിലുള്ള ഓരോ ആളുകളെയും കരിവാരിത്തേക്കാനായിട്ട് പല കഥകൾ മെനഞ്ഞിറക്കിയിട്ടും പല മുഖ്യധാരാ മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങൾ കടന്നാക്രമിച്ചിട്ട് പോലും ഇന്ന് ഈ ദുരന്തമുണ്ടായിരിക്കുമ്പോൾ ഈ ദുരന്തമുഖത്ത് അവരുടെ പിള്ളേർ മാത്രമേ ഉള്ളൂ. ആരാണ്? DYFIയും SFIയും CITയും അങ്ങനെയുള്ള അവരുടെ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ പാർട്ടി സംഘടനകളിലുള്ള പല പിള്ളേരും, റാന്നിയിലടക്കമുള്ള, എൻ്റെ വീടിനടുത്ത സമീപ പ്രദേശങ്ങളായിട്ടുള്ള റാന്നി അടക്കമുള്ള എല്ലാ ഏരിയകളിലും പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളതും DYFIയുടെ പിള്ളേരാണ്. അല്ലാതെ ഒരൊറ്റ KSU മക്കളെ ഞാൻ കണ്ടിട്ടില്ല. നീലക്കൊടിയും നീലക്കളസവും പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് അവരുടെ പൊതിച്ചോറ് കൊടുക്കാനോ അവരെ സ്നേഹിക്കാനോ അവരെ സേവിക്കാനോ സഹായിക്കാനോ ഒന്നിനും KSU എന്ന് പറയുന്ന നീലക്കളസധാരികളെ ഞാൻ അവിടെ കണ്ടിരുന്നില്ല. അവിടെയും ഉണ്ടായിരുന്നത് ചുവപ്പായിരുന്നു.
ചുവപ്പിൻ്റെ കളസം മാത്രമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ ജനങ്ങൾക്കറിയാം ആരാണ് എന്താണെന്നുള്ളത്. പക്ഷേ തെറ്റ് പറ്റിപ്പോയി, വലിയൊരു തെറ്റ്, പൊറുക്കാനാകാത്ത തെറ്റ്. അത് ആ ഒരു തെറ്റിൻ്റെ പേരിൽ ആ ഒരു പാപഭാരവും പേറിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച് കഴിയുന്നൊരവസ്ഥ, അത് ഇതിനേക്കാൾ എത്രത്തോളം ഭയാനകമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ അവസ്ഥയിൽ കൂടിയാണ് കേരളത്തിലെ ഓരോ ആളുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.